സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. മരിച്ചിട്ട് വെന്റിലേറ്ററിൽ കടത്തുന്നു, അത് വളരെ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാളെ ചികിത്സിക്കണമെന്നുള്ള ചർച്ചകൾ സമൂഹത്തിൽ വരേണ്ടതുണ്ട്. പേഷ്യൻറ്റിന് വെന്റിലേറ്റർ ഇട്ട കുറേ കൂടെ ബില്ല് കൂടുക എന്നുള്ള അല്ലാതെ പ്രയോജനമില്ലെന്നുള്ള ഒരവസ്ഥ ഡോക്ടർക്ക് തന്നെ തിരിച്ചറിഞ്ഞൂടെ? ഡോക്ടറിന് തിരിച്ചറിയാൻ പറ്റും പലപ്പോഴും. സുഖം വരണം, അത് രോഗിക്ക് അപ്രാപ്യമാക്കുന്ന ഒന്നാണോ വെന്റിലേറ്റർ? വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും തിരിച്ചു മരിക്കാനിടുന്ന സാധനമാണ്. അങ്ങനെയല്ല, അപ്പോൾ ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുക്കും, ഇത്ര സ്കാനിങ് നടത്തിയിരിക്കണം, അല്ലെ ഇത്ര MRI എടുത്തിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രതിഷേധിച്ച് രാജിവെച്ച് പോയ ഡോക്ടർമാരും ഉണ്ട് നാട്ടിൽ. അത് യാഥാർത്ഥ്യമാണ്. അമേരിക്കയിൽ ജീവിക്കുമ്പോൾ എനിക്കറിയാം, ഒരു ഡോക്ടർ ആവശ്യത്തിൽ കൂടുതൽ സ്കാൻ എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ടബിളാണ്. അപ്പം ഇവിടെ അങ്ങനെ ഒരു ബോഡി ഇല്ല. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൊരു രോഗിയെ ഡെഡ് ബോഡി റിലീസ് ചെയ്യുന്നില്ല, ഞാൻ ഇടപെടേണ്ടി വന്നു. എന്നെ എവിടെ ചികിത്സിച്ചു, എന്ത് ചികിത്സിച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായി തരിക എന്നുള്ളത് രോഗിയുടെ അവകാശം. അത് ഒരു ആശുപത്രിക്കും എന്ന് പറയാൻ പറ്റും. പ്രശസ്ത പൊതുജനാരോഗ്യ വിദഗ്ധനും പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ആരോഗ്യ വിഭാഗം നാഷണൽ ഹെഡുമായ ഡോക്ടർ ശ്രീ SS ലാലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ SS ലാൽ. നമസ്കാരം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു വലിയ വിധി വന്നിട്ടുണ്ട്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച്. അത്യാസന്ന നിലയിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗിയെ പണമില്ല എന്നുള്ള പേരിൽ ചികിത്സ നിഷേധിക്കരുതെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇത് നടപ്പിലാക്കാൻ 30 ദിവസത്തിനുള്ളിൽ സമയവും കൊടുത്തിട്ടുണ്ട്. അത് പ്രായോഗികമായിട്ട് അത് നടപ്പിലാക്കുമോ ഇല്ലയോ? ഈ വിധിയുടെ ഒരു സ്പിരിറ്റും ഉണ്ട്, പ്രായോഗിക തലങ്ങളുണ്ട്. സ്പിരിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കോടതിയല്ല, ഏതിപ്പോൾ ലോകാരോഗ്യ സംഘടന ആയാലും സംസ്ഥാന ഗവൺമെൻറ് പോളിസി ആയാലും ദേശീയ പോളിസി ആയാലും എല്ലാം പറയുന്നത് രോഗിയെ കേന്ദ്രീകരിച്ചാണ്, പേഷ്യൻ്റ് സെൻറ്റേർഡാണ് പോളിസീസ് എല്ലാം. എന്ന് പറഞ്ഞാൽ അത് നമ്മളാകാം, ഈ റോഡിൽ അപകടത്തിൽപ്പെട്ട് കിടന്നു പോകുന്നത് ആരും ആകാം. അപ്പോൾ അയാൾക്ക് അടിയന്തര ചികിത്സ മറ്റ് ഐഡൻറ്റിറ്റി നോക്കാതെ, പേഴ്സ് നോക്കാതെ കൊടുക്കുക എന്നുള്ളൊരു ധർമ്മമാണ്. മെഡിക്കൽ രംഗത്തെയും ധർമ്മമാണ്, സർക്കാരുകളുടെയും സമൂഹത്തിൻ്റെ ധർമ്മമാണ്. അപ്പോൾ ആ സ്പിരിറ്റിനകത്ത് ഒരു തെറ്റും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് മെഡിക്കൽ അസോസിയേഷനിലും പ്രൈവറ്റ് ആശുപത്രികളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ ആക്ട് അതുപോലെ കൊണ്ടുവരാതെ സംസ്ഥാനത്തിൻ്റെ ആക്ട്, ഈ ദേശീയ ആക്ടിൽ റേറ്റ് ഗവൺമെൻറ് തന്നെ നിശ്ചയിക്കണമെന്നായിരുന്നു പറഞ്ഞത്. അതെ, അത് പക്ഷേ കേരളത്തിൽ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, എടുത്തു കളയുകയും ചെയ്തു. അപ്പോൾ മറ്റ് ചില കൺസേൺസ് ഉണ്ട്. കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങൾ പല കാര്യത്തിലും വ്യത്യസ്തമാണ്, കുറേ കൂടെ മെച്ചുറായ സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സംസ്ഥാനത്തിലൊരു കൊണ്ടുവന്നത്, ഒരു ആക്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ 2018 വന്നു. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ആദ്യം ഈ സിംഗിൾ ബെഞ്ചും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സമൂഹമായിട്ട് ചർച്ച ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ രോഗി, ഡോക്ടർ, അങ്ങനെ രണ്ട് വിഭാഗമല്ല. ഇപ്പോൾ എനിക്കൊരു അപകടം പറ്റി, ഞാനൊരു 4 മാസം മുമ്പ് ഞാൻ ആശുപത്രിയിലാണ്, എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു കാലിന്. അപ്പോൾ ഞാൻ രോഗിയാണ്. അപ്പോൾ ഈ രോഗികൾ ഉള്ള സമൂഹത്തിൽ തന്നെയാണ് ഡോക്ടർ ഉണ്ടാകുന്നത്, ഡോക്ടർമാർ രോഗികളാണ്. അപ്പോൾ ഇത് രണ്ടായിട്ട് വേർതിരിച്ച് കാണുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷനും വരാൻ പാടില്ല. അതേസമയം ആർക്ക് അസുഖം വന്നാലും അവർക്ക് ചികിത്സ കിട്ടുക, അടിയന്തര ചികിത്സ അത്യാവശ്യമായിട്ട് കിട്ടുക, പണം നോക്കാതിരിക്കുക, ഐഡൻറ്റിറ്റി നോക്കാതിരിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് നടത്തിക്കുമ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോഴെങ്കിലും ഗവൺമെൻറ് ചർച്ച ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നത് ഈ പാർട്ടികളായിട്ട് ചർച്ച ചെയ്യണം, അത് നടക്കാതെ പോയി. അത് ഗവൺമെൻറ് ഒരു അനാസ്ഥയായിട്ട് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വില്ലായ്മയുടെ ഇതുകൊണ്ട്. അത് ഇത്തവണ പക്ഷേ കോടതി വിധിയിൽ അത് പറയുന്നില്ലെങ്കിൽ പോലും ഈ 30 ദിവസത്തിനകത്ത് അടിയന്തരമായിട്ട് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ആശുപത്രികളുമായിട്ടും ഒക്കെ ചർച്ച ചെയ്യണം. അതിൻ്റെ നന്മ രോഗികൾ ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൽ കോടതിയുടേത് സതുദ്ദേശമാണ്. പക്ഷേ സ്വകാര്യ മേഖലയുടേത് ഈ പൊതുവേ പറയുമ്പം എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലെങ്കിൽ പോലും ഒരു വലിയ കൊള്ള നടക്കുന്നുണ്ടെന്നുള്ള വിമർശനം പണ്ട് മുതലേ ഉണ്ട്. സ്വകാര്യ ചികിത്സാ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഡോക്ടറായിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാതെ. അപ്പോൾ സ്വകാര്യ മേഖല എന്നാൽ പൂട്ടിക്കാനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രവർത്തിക്കാത്തടത്താണ് സ്വകാര്യ മേഖല വളരുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷയും ടാക്സി നാട്ടിലുള്ളത്? KSRTC ബസ്സിന് എല്ലാ ഇടവഴികളിലും പോകാൻ പറ്റില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ ആരെങ്കിലും വേണം. അപ്പോൾ അത് ഓട്ടോറിക്ഷയും ടാക്സിയും പ്രൈവറ്റ് ബസ്സുമാണ് പരിഹരിക്കുന്നത്. ഗവൺമെൻറ് അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോറിക്ഷയ്ക്കോ ടാക്സിക്കോ പ്രൈവറ്റ് ബസ്സിനോ സ്വന്തം റേറ്റ് തീരുമാനിക്കാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യമുണ്ട്. അതുമായിട്ട് കൃത്യമായിട്ട് ആശുപത്രി അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചില വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് നേരത്തെ നമ്മൾ ആ വാക്ക് പറഞ്ഞത് സ്റ്റുവർഷിപ്പാണ് വേണ്ടത്. സ്വകാര്യ മേഖല ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇല്ലാത്തൊരു ദിവസം പിന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ആ സ്വകാര്യ മേഖല വേണം, പക്ഷേ ഗവൺമെൻറ് സ്റ്റുവർഷിപ്പ് ചെയ്യണം. സ്വകാര്യ മേഖല വേണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം സ്വകാര്യ മേഖലയുടെ ഒരു ശക്തമായ സാന്നിധ്യം ആരോഗ്യ സംരക്ഷണത്തിൽ ആവശ്യമാണ്, ഇവിടെ ഉണ്ട് താനും. കേരളത്തിൽ 70% സ്വകാര്യ മേഖലയാണ് നോക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളിലേക്ക് നോക്കിയാൽ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകും.
അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിലൊരു വിഷയം ഉണ്ടാകും, ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണം വരുന്നത്. മറിച്ച് ഈ സ്വകാര്യ ആശുപത്രിക്കാരെ നടത്തുന്ന കൊള്ളയ്ക്കെതിരെ എന്ത് കാര്യങ്ങൾ, എന്ത് പ്രക്ഷോഭമോ അല്ലെ എന്ത് ബഹളം ഇവിടെ നടക്കുന്നു? ആരും ഒന്നും ചെയ്യുന്നില്ല. IMAക്ക് എന്താണ് ഇതിൻ്റെ അകത്തുള്ള റോള്? IMAക്കകത്ത് IMA ഒരുപാട് ഇടപെടുന്നുണ്ട്. അതല്ല ഇവർക്ക് അനുകൂലമല്ലേ? അല്ല, തിരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീർച്ചയായിട്ടും ആശുപത്രികൾ പൂട്ടിപ്പോകാതിരിക്കാൻ IMA നോക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയും. പിന്നെ ഡോക്ടർമാരുടെ താല്പര്യങ്ങൾ നോക്കും, ഡോക്ടർമാരുടെ സംഘടനയാണ്. പക്ഷേ അവരും സുതാര്യമായേ പറ്റുള്ളൂ. ഇനി എവിടെയെങ്കിലും അവർക്ക് തെറ്റായ നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറുക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ യുവ ഡോക്ടറായിരുന്നപ്പോഴത്തേക്ക് ഈ സ്കാൻ കമ്മീഷൻ്റെ തുടങ്ങിയ സമയമാണ് ഞങ്ങളാണ് ചെറുപ്പക്കാരാണ് വഴക്കുണ്ടാക്കി IMAക്കകത്ത് പറഞ്ഞ് IMA കൊണ്ട് തീരുമാനം എടുപ്പിച്ചു, IMA റേറ്റ്സൊക്കെ. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊളിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ വ്യവസായങ്ങൾ, ഇപ്പോൾ ഡോക്ടർമാർ നടത്തിയിരുന്ന ആശുപത്രികൾ നടത്തുന്ന പലതും ഇപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റും വ്യവസായികളും മറ്റ് പല വ്യവസായങ്ങളുടെ പുതിയ മേഖലയായിട്ടൊക്കെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ നിരക്ക് പ്രദർശിപ്പിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടുത്തെ കാര്യങ്ങൾ എഴുതി വെക്കണം. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഇപ്പോൾ ഇന്ന് ഞാൻ പ്രൈവറ്റ് ആശുപത്രി അസോസിയേഷൻ്റെ പ്രതിനിധിയൊക്കെ ടെലിവിഷനിൽ പറഞ്ഞിട്ട് അവർക്ക് ആ ബുദ്ധിമുട്ടല്ല, പ്രായോഗിക ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. 1800-ലധികം പ്രൊസീജിയറുണ്ട്. ഇപ്പോൾ 1800-ൻ്റെ ലിസ്റ്റ് എഴുതി വയ്ക്കാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആക്കാം. നമുക്ക് പിന്നെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ശ്രീചിത്ര ആശുപത്രി, അവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ശരിക്കും നിർധനാണെങ്കിൽ അയാൾക്ക് വളരെ സൗജന്യമായ ചികിത്സ കിട്ടാനുള്ള സംവിധാനമുണ്ട്. അന്നേരം അവിടെ സോഷ്യൽ വർക്കറുണ്ട്. സോഷ്യൽ വർക്കർ സംസാരിച്ച്, ചിലർ പറയും വളരെ ദരിദ്രമെന്ന് പറയും, ചോദിക്കും മോനും മോളും എല്ലാം അമേരിക്കയിലാന്ന് പറയുമ്പോൾ ദരിദ്രമല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്ക് റേറ്റ് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം വേണം. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഡോക്ടറാണ്, നമ്മൾ സാധാരണ സമൂഹത്തിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ രോഗിയെ സെൻറ്ററാക്കിക്കൊണ്ട് തന്നെയാണ് പോളിസി വരുന്നത്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ സ്വകാര്യ ആശുപത്രി റേറ്റ് അറിയില്ല. അപ്പോൾ അതിന് ഈ IMA ഒന്നും എതിരല്ല, അവർ ഈ പ്രായോഗിക ബുദ്ധിമുട്ടാണ്. 1800-ൻ്റെ ലിസ്റ്റ് ഫ്രണ്ടിൽ അല്ല, 1800 എന്നുള്ള ഇപ്പോൾ അവർക്കൊരു ബോർഡ് വെക്കാമല്ലോ, ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ബോർഡ് വെക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിലിടാം. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്കാനിങ്ങിൻ്റെ ഇപ്പം തന്നെ പലരും പറയാറുണ്ട്, അവസാനം ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല, ഒരു ഡിസ്ചാർജ് സമ്മറി കൊടുക്കും. പക്ഷേ പലപ്പോഴും ലാബ് റിപ്പോർട്ടോ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ കോപ്പിയോ ഒന്നും കൊടുക്കത്തില്ല. അന്നേരം ഇവർക്ക് ചാർജ് ചെയ്തിട്ടുള്ള സ്കാനുകൾ അല്ലെ ലാബിൽ നടത്തിയതായി പറയുന്ന പരിശോധനകൾ ഇതൊക്കെ നടന്നിട്ടുണ്ടെന്ന് രോഗി എങ്ങനെ അത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കുറേ മാറി വരുന്നുണ്ട്. ഞാൻ ഇടപെടാറുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും വേറൊരു ആശുപത്രിയിലേക്ക് പരിചയമുള്ള ആളെയൊക്കെ ഇടപെടുത്താനായിട്ട്, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്, അങ്ങനെയുള്ള ബന്ധങ്ങൾ വഴിയും വരും. അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് ഇപ്പോൾ സമ്മറി ചോദിക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇല്ല. പക്ഷേ ഇപ്പോഴും ചില ആശുപത്രികൾക്ക് ആ തടസ്സങ്ങളുണ്ട്, ചില പ്രൊസീജിയർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ രീതികളില്ലാത്തതുകൊണ്ട്. അത് തെറ്റാണ്, രോഗിയുടെ അവകാശമാണ്. എന്നെ എവിടെ ചികിത്സിച്ചു, എന്ത് ചികിത്സിച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായി തരിക എന്നുള്ളത് രോഗിയുടെ അവകാശമാണ്. അത് ഒരു ആശുപത്രിക്കും എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഒരു അപകടം, ഇപ്പോൾ ഒരുപക്ഷെ വലതുകാലിന് പകരം ഇടതുകാല് സർജറി നടത്തി എന്നുള്ളതാണെങ്കിൽ ഒരു ഡിസ്ചാർജ് സമ്മറിയോടൊപ്പം ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഏത് കാലിലാണ് സർജറി ചെയ്തതെന്നൊക്കെ അതിൽ എഴുതി വെക്കുമല്ലോ. പിൽക്കാലത്ത് പിന്നീട് അത് ഡോക്ടർക്ക് വിനയായി മാറുമെന്നുള്ളൊരു ഉത്കണ്ഠ ഇവർക്കുണ്ടോ? അല്ല, ഇത്തരം അപകടങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ വിമാനം തകരുന്നില്ല എന്ന് ചോദിക്കുന്ന പോലെയാണ്. അത് പറ്റിക്കൂടാത്തതാണ്. ഒരു കാരണവശാലും അവയവം മാറിയ ശസ്ത്രക്രിയ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ എറർ ഉണ്ടാകുമ്പോൾ അത് വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടല്ല ഈ പോളിസീസ് വരുന്നത്. ഡോക്ടർമാരുടെ പെരുമാറ്റം തന്നെ ഈ അസുഖം ക്യൂർ ചെയ്യും അല്ലെങ്കിൽ അത് ഭേദമാകുന്നതിൽ വലിയൊരു റോളുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും രോഗികൾക്ക് എന്താണ് എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്, എന്തിനാണ് എൻ്റെ ഈ സ്കാൻ ചെയ്യുന്നത്, ഇങ്ങനൊന്നും ചോദിക്കാൻ മടിയാണ്. കാരണം ആ രീതിയിലായിരിക്കത്തില്ല പ്രതികരണം. എത്രയോ നല്ല ഡോക്ടർമാരുണ്ടെന്നുള്ള സാഹചര്യം ഇരിക്കെ തന്നെയാണ് ഞാനിത് പറയുന്നത്. നല്ല ഡോക്ടർമാർ ഒരുപാടുണ്ട്. പക്ഷേ ഇത്തരം എനിക്കെന്താണ് അസുഖം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്, എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്, ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാനുള്ള റൈറ്റ് രോഗിക്കില്ലേ? ഉണ്ട്. രോഗികളും തിരിച്ചറിയണം, മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ അത് വരണം. ഇതങ്ങനെ കൃത്യമായി പുസ്തകങ്ങളുണ്ടെങ്കിലും പരിശീലനം കിട്ടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പഠിച്ച 83 മെഡിക്കൽ കോളേജ് കയറിയ ആളാണ്. അന്നും കാര്യമായിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോൾ വളരെ ഇല്ല എന്നുള്ളതിന് ചില കോളേജുകളൊക്കെ, തട്ടിക്കൂട്ട് കോളേജുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അവിടെ ഈ ട്രെയിനിങ് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴും സ്വിറ്റ്സർലൻഡിലായിരുന്നപ്പോഴും ഒക്കെ നമുക്ക് അസുഖം വരുമല്ലോ. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഞാൻ ഡോക്ടറാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓക്കെ ഡോക്ടറാണല്ലോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും അവർ എൻ്റെ അടുത്ത് ഹൃദയം ഈ സൈഡിലാണ്, കരൾ ഇവിടെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഡോക്ടറാണ്, ഓക്കെ ഡോക്ടറാണ്. പക്ഷേ അവർ ട്രെയിൻഡ് അങ്ങനെയാണ്, കൃത്യമായി വിശദീകരിക്കും. അത് അവരൊക്കെ അങ്ങനെ പറ്റുള്ളൂ. ഞാൻ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഡോക്ടറാന്ന് ആർക്കും പറയാറില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ കൃത്യമായിട്ട് അങ്ങനെയാണ്. ഇപ്പം നമുക്കിവിടെ ഇല്ല. അതിനൊരു പ്രധാന കാരണം ഈ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിൽ പോലും ഈ രോഗികളുടെ എണ്ണമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ശ്രീചിത്ര ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു ദിവസം 10-20 രോഗികളെ നോക്കുന്നുള്ളൂ. അതേസമയം ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ നോക്കുന്നത് 200ആണ്.
അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്തതിൻ്റെ സമയത്തിൻ്റെ ഇതുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിയിൽ 700 രോഗി ഒരു ദിവസം 2-3 ഡോക്ടർമാരാണ് ഉള്ളത്. അപ്പോൾ ഇവരോട് ഒരു ന്യായമില്ല മാന്യമായി പെരുമാറാതിരിക്കുന്നതിന്. പക്ഷേ ഈ പറഞ്ഞ പോലെ മനുഷ്യസഹജമായ ചില പ്രശ്നങ്ങൾ വന്നു പോകുന്നതിൻ്റെ തിരക്കിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ടതാണ്. ഡോക്ടർ സമൂഹവും ഉടച്ചു വാർക്കപ്പെടേണ്ടതാണ്, യാതൊരു സംശയമില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ കാലത്തെ പരിശീലനം കൊടുക്കേണ്ടതുമാണ്. പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യാൻ കിട്ടുന്നൊരു അവസരമാണ്. പക്ഷേ അത് ഒരാളെയും വേറൊരാളുടെ മുകളിലാക്കുന്നില്ല. തുല്യതയോടെ പെരുമാറാൻ മെഡിക്കൽ വിദ്യാർത്ഥി കാലം തൊട്ട് പഠിപ്പിക്കപ്പെടേണ്ടതുമാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ചില പ്രൊഫസർമാർ പറയും അങ്ങോട്ട് പോലും അദ്ദേഹം വലിയ ദേഷ്യക്കാരനാണ്. അങ്ങനെ ദേഷ്യക്കാർക്കൊന്നും ഇപ്പോൾ പറ്റില്ല, കാരണം എല്ലാവരുടെയും ക്യാമറയും സാധനങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ മറുവശത്ത് ഡോക്ടർമാർ കടന്നു പോകുന്ന സമ്മർദ്ദം ഒന്നും വേണ്ട. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ, അത്യാഹിത വിഭാഗത്തിൽ പോയാൽ നോക്കിയാൽ, ഞാൻ വഴി കിടന്ന ഒരാളെ മരിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാർ ഇട്ടുന്ന ഒരാളെ ഞാൻ ആംബുലൻസ് വരുത്തി കൊണ്ടുപോയി ഒരു ട്രോളിയിൽ ഇട്ടിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ട്രോളി ഒന്നും ആളെ ഏൽപ്പിച്ചാലേ എനിക്കകത്ത് പോകണ്ട, അല്ലെങ്കിൽ ഇയാൾ മറിഞ്ഞു വീണു ഓർമ്മയില്ലാതെ. അപ്പോൾ അത്തരം തിരക്കുകൾ അത്യാഹിത വിഭാഗങ്ങൾ ഗവൺമെൻറ്റിൽ പോലും ഉണ്ട്. അത് റഫറൽ സംവിധാനം അത് ദുർബലമായതുകൊണ്ടുകൂടി ആയിരിക്കാം. സത്യമാണ്. പെരിഫറിയിലുള്ള ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നേരെ മെഡിക്കൽ കോളേജിലേക്ക്, ഇപ്പോൾ ജനറൽ ആശുപത്രി വന്നാലും നേരെ മെഡിക്കൽ കോളേജ്. അതായത് പ്രാന്തപ്രദേശങ്ങളിലുള്ള ആശുപത്രികളിൽ ശരിയായി ശുശ്രൂഷിച്ചാൽ മെഡിക്കൽ കോളേജിലെ തിരക്ക് കുറയ്ക്കാൻ പറ്റും. പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം വീണ്ടും അത് വലിയ രീതിയിലായി. അത് പൊതുമേഖല ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിൽ 2-3 ജില്ലാ ആശുപത്രി എല്ലാം കൂടി ചേർത്തിട്ട് അടിയന്തര ശസ്ത്രക്രിയകൾ 2-3 സ്ഥലമേ ഉള്ളൂ. ഞാൻ എറണാകുളം ജില്ലയിൽ അടുത്ത കാലത്ത് UDF ഹെൽത്ത് കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ചെയറാണ് പോയിരുന്നപ്പോൾ, അവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിൽ മാത്രമേ അടിയന്തര ശസ്ത്രക്രിയയേ ഉള്ളൂ. ഒരാൾക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പോകണം. അവിടെ നടന്നില്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി പോകണം, പോക്കറ്റിൻ്റെ പൈസ മുഴുവൻ ചിലവാകും. അപ്പോൾ അത് ഗവൺമെൻറ് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ സർക്കാർ ആശുപത്രി, ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതൊരു ട്രാഫിക് പോലീസിനെ പോലെ മെഡിക്കൽ കോളേജിലേക്ക് പോകട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നെങ്കിൽ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം. പക്ഷേ തിരുവനന്തപുരം ജനറൽ ആശുപത്രി എനിക്കൊന്ന് കാർഡിയോളജി പോലും നല്ല സർജറിയും മറ്റും നടത്തുന്ന നല്ല യൂണിറ്റ് തന്നെ ഉണ്ട്. അത് ചിലപ്പോൾ ഡോക്ടർമാരുടെ ഒരു ഇനിഷ്യേറ്റീവ് അതിലുണ്ടായിരിക്കാം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് കുറേ കൂടി വേണം. അത് നമുക്ക് എന്നറിയാം. ഇപ്പോൾ ഇത് എറണാകുളം ജില്ലയിൽ തന്നെ പോയപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം എറണാകുളം ജില്ലയിൽ ഒരു അറ്റത്തുള്ള ഒരാൾക്ക് പോസ്റ്റ്മോർട്ടം വേണമെങ്കിൽ ചിലപ്പോൾ പലയിടത്തും നടക്കാതെ അവസാനം മെഡിക്കൽ കോളേജിൽ വരേണ്ടി വരികയാണ്. അപ്പോൾ ദൂരെ നിന്ന് വന്നവൻ അന്ന് പോസ്റ്റ്മോർട്ടം നടക്കില്ല, പിറ്റേന്ന് പാവപ്പെട്ട വീട്ടിലേക്കെ ആയിരിക്കും, ആത്മഹത്യ ചെയ്തതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്നാൽ കണക്കനുസരിച്ച് ഡോക്ടർമാരുണ്ട്, ഫോറൻസിക് സർജന്മാരുണ്ട്, നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതുപോലെ ആണ് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രിയിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമ്മൾ ആൻസറബിൾ ആയിരിക്കണം. ഗവൺമെൻറ്റും അക്കൗണ്ടബിൾ ആയിരിക്കണം, അവിടുത്തെ ജീവനക്കാർ അക്കൗണ്ടബിൾ ആയിരിക്കും. ആ സിസ്റ്റം ഇല്ല. ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രികളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അത് വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കുന്നു. അതേസമയം സ്വകാര്യ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ആരും മിണ്ടില്ല. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആക്ഷേപങ്ങളാണ്. അതായത് വെന്റിലേറ്ററിലേക്ക് പെട്ടെന്ന് മാറ്റുന്നു, അല്ലെ മരിച്ചിട്ടും വെന്റിലേറ്ററിൽ കടത്തുന്നു. അത് വളരെ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ IMA പോലും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ അപൂർവമായിട്ടൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ IMAയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ ഇടപെടാറുണ്ട്. പക്ഷേ പലപ്പോഴും പറ്റിപ്പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വകാര്യ ആശുപത്രികൾ അവർ സർവൈവ് ചെയ്യുന്നത് ഗുഡ് വില്ലിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുന്ന രോഗികളെയാണ്. അപ്പോൾ നമ്മൾ എത്ര പേര് ഗവൺമെൻറ് ആശുപത്രി പോകുന്നുണ്ട്. ഞാൻ എൻ്റെ കാലൊടിഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളാണ് അവിടുത്തെ പ്രൊഫസർമാർ. അവിടെ പോയാൽ അവിടെ സൗകര്യമില്ല, പാവപ്പെട്ടവരുടെ ഇടയിൽ ഞാൻ അവൻ്റെ ഒരു കട്ടിൽ മോഷ്ടിച്ചെടുക്കേണ്ടി വരും, ടോയ്ലറ്റ് സൗകര്യമില്ല. അപ്പോൾ നമ്മളങ്ങ് പ്രൈവറ്റ് ആശുപത്രി പോകും. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രി ഒരുപാട് പേർക്ക് ആശ്വാസമാണ്. നമ്മുടെ മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരെല്ലാം പ്രൈവറ്റിലാണ് പോകുന്നത്. അത് തെറ്റല്ല, അവർക്ക് പെട്ടെന്ന്. പക്ഷേ അതിൻ്റെ ഈ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആശുപത്രിയുടെ സകല സൗകര്യങ്ങളും പോകും, അല്ലെങ്കിൽ അവരുടെ ഭാവിയെ ബാധിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഇടപെടാറില്ല. പക്ഷേ എനിക്കറിയാം, ആശുപത്രി IMA പൊട്ടിച്ചതും എനിക്കറിയാം, പ്രാക്ടീസ് ഡോക്ടറെ കൊണ്ട് നിർത്തിച്ചതും അറിയാം. പിന്നെ അതും അവിടെയും മെച്ചപ്പെടേണ്ടതുണ്ട്. ഞാൻ കണ്ണടച്ച് പറയുകയല്ല എല്ലാം ശരിയാണെന്ന്. അവിടെയും ചില താല്പര്യങ്ങളൊക്കെ പ്രവർത്തിക്കും, പക്ഷേ അത് മാറേണ്ടതാണ്. ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുക്കും, ഇത്ര സ്കാനിങ് നടത്തിയിരിക്കണം, അല്ലെ ഇത്ര MRI എടുത്തിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രതിഷേധിച്ച് രാജിവെച്ച് പോയ ഡോക്ടർമാരും ഉണ്ട് നാട്ടിൽ. അത് യാഥാർത്ഥ്യമാണ്. എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നില്ല, ചില ആശുപത്രികളിലുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ ഡോക്ടർമാർ ആശുപത്രി നടത്തിയിരുന്നതെന്ന് മാറിയിട്ട് വ്യവസായികൾ ആശുപത്രി നടത്തുമ്പോൾ അവർ കച്ചവട സ്ഥാപനങ്ങൾ എങ്ങനെ നടത്തുന്നത് അതുപോലെയാണ് നടത്തുന്നത്. അത് കഷ്ടമാണ്. അവിടെയാണ് ഗവൺമെൻറ് ഇടപെടൽ വേണ്ടത്, സ്റ്റുവർഡ്ഷിപ്പ് അവിടെയാണ് വേണ്ടത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ചികിത്സയ്ക്ക് ഇന്ന ചാർജ്, അത്രയും ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ എൻ്റെ കുടുംബാംഗത്തിന് ഒരു ഓപ്പറേഷന് വേണ്ടി തുറന്നപ്പോഴാണ് മറ്റു ഭാഗത്താണ് പ്രശ്നം വന്നുകൊണ്ട്, അപ്പോൾ അവിടേക്ക് മാറ്റേണ്ടി വന്നു, വേറെ ഡോക്ടർ വരേണ്ടി വന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ഇന്ന ഓപ്പറേഷൻ ഇത്ര റേറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കില്ല. ആ പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെയും ഈ കുറച്ചുകൂടി രാജേഷ് പറഞ്ഞത് ശരിയാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് പിന്നെ ഗവൺമെൻറ്റിനൊക്കെ ഉത്തരവാദിത്വമുണ്ട്.
പക്ഷേ പലയിടത്തും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ കാണുന്ന പോലെ ഇവിടുത്തെ IMA പ്രവർത്തിക്കുന്നത്. ഇവിടെ കൂടുതൽ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൻ്റെ ആവശ്യകതകൾ വരുന്നുണ്ട്. അത് അവരുടെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഡോക്ടറാണ്, IMA മെമ്പറാണ്, അപ്പോൾ അറിയാം. പക്ഷേ ഇതല്ലാത്ത ചില ബോഡികൾ ആവശ്യമാണ്. ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഒരു ഡോക്ടർ ആവശ്യത്തിൽ കൂടുതൽ സ്കാൻ എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ടബിളാണ്. എന്തുകൊണ്ട് ഇത്രയും പേർ സ്കാൻ ചെയ്തു, ഓപ്പറേഷൻ ഇത്ര സിസേറിയൻ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബോഡി ഇല്ല, അക്കൗണ്ടബിലിറ്റി ചെക്ക് ചെയ്യുന്ന ബോഡിയില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ രോഗി, ഞാൻ ഒബ്സ്റ്ററ്റിക്സും ഗൈനക്കോളജിയും പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ എൻ്റെ 5% പേർക്കാണ് സിസേറിയൻ ചെയ്യുന്നത്, 50% ചെയ്യുന്നുള്ളതിൻ്റെ ചോദ്യങ്ങൾ വരുന്നില്ല, സമൂഹത്തിലോ പത്രങ്ങൾ വരുന്നില്ല. അതിനൊരു ബോഡിയുടെ ആവശ്യമുണ്ട്. അത് മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രാതിനിധ്യവും ഗവൺമെൻറ് പ്രാതിനിധ്യവും ഒക്കെ ചേർന്നൊരു ബോഡിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുഴപ്പം കാണിക്കുമ്പോൾ മൊത്തം സമൂഹം ഡോക്ടർമാരെല്ലാം കുഴപ്പക്കാരാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാന നഗരങ്ങളിൽ തിരുവനന്തപുരം, എറണാകുളം, കാലിക്കറ്റ് അടക്കമുള്ളതിൽ വൻ കുത്തകകൾ ഈ ഹോസ്പിറ്റലുകളുടെ ഇതുമായിട്ട് വരികയാണ്. കേരളം ഒരു വലിയൊരു പൊട്ടൻഷ്യൽ ഈ കച്ചവടം, ആരോഗ്യ കച്ചവടം അല്ലെങ്കിൽ ശുശ്രൂഷ ഒരു കച്ചവടമാക്കി മാറ്റാൻ ഉള്ള ഒരു ഇടമായി മാറുകയാണ്. അതിൻ്റെ രണ്ട് വശമുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ കേരളത്തിലെ മനുഷ്യർ ഈ ആരോഗ്യ അവബോധമുള്ളവരാണ്. അത് ലിറ്ററസി സാക്ഷരതകളുണ്ടും പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരതയൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദോഷമെന്ന് പറയുന്നത്, നമുക്ക് അസുഖം വന്നാൽ നമുക്ക് തലവേദന നമ്മൾ നേരെ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് ഈ രോഗാതുരത എന്ന് പറഞ്ഞ് കൂടുതലാണെന്ന് പറഞ്ഞ റീസൺ ഇതാണ്, നമ്മൾ വെച്ചുകൊണ്ടിരിക്കില്ല. പിന്നെ ഇപ്പം എൻ്റെ അമ്മയൊക്കെ അവർ 12 പേരായിരുന്നു. ഈ 12 പേർക്കുണ്ട് 33 മക്കളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചിലർക്ക് 1-2 ഉള്ളൂ. അപ്പോൾ കുടുംബം ന്യൂക്ലിയറായിട്ട് വന്നിരിക്കുക. 12 ഒരാളൊക്കെ മരിച്ചാൽ ചിലപ്പോൾ വലിയ പ്രശ്നമായി. പക്ഷേ 2 അല്ലെങ്കിൽ 1 ഒരു മരണം പറ്റില്ല. അപ്പോൾ നമുക്ക് പഴയ രീതിയിൽ ന്യൂക്ലിയർ കുടുംബങ്ങളും അപ്പോൾ ഉള്ളവരുടെ ജീവൻ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് അസുഖം വന്നാൽ നമ്മൾ പോവും. അല്ലെങ്കിൽ 4 പേരുള്ള കുടുംബം ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അച്ഛൻ അസുഖം വന്നാൽ അച്ഛൻ്റെ ജീവിതം പ്രധാനമാണ്, എന്ത് വില കൊടുത്തും രക്ഷിക്കാൻ നോക്കും. ഇങ്ങനത്തെ ഒരു രീതിയും വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചികിത്സയ്ക്ക് ഒരു വലിയൊരു കമ്പോളം ഉണ്ടാകുന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിവിടെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ ഡോക്ടർമാരൊക്കെ നടത്തിയിരുന്നപ്പോൾ അവർ ആൻസറബിളായിരുന്നു. പതുക്കെ അത് വ്യവസായികളിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ആഗോള വ്യവസായികളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അപകടമുണ്ട്. ഒരു മറുവശം എന്ന് പറയുന്നത്, പണ്ട് നമുക്ക് അസുഖം വന്ന വെല്ലൂരിൽ പോ, വലിയ അസുഖമാണ് വെല്ലൂരിൽ പോ, അല്ലെ ബോംബെ പോ, അല്ലെ അമേരിക്കയിൽ പോകുന്നതായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ കിട്ടുന്ന ചികിത്സകൾ, ഹൈ ക്വാളിറ്റി ചികിത്സകൾ, നിലവാരമുള്ള ചികിത്സകൾ നാട്ടിൽ ലഭ്യമായി തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വ്യാപകമായി തുടങ്ങിയിട്ടുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് കൺട്രോളിൽ അത് ഏത് ഏജൻസി ആയാലും ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അത് ഞാൻ പറഞ്ഞു, ഓട്ടോറിക്ഷ പ്രൈവറ്റാണ്, പ്രൈവറ്റ് ബസ് പ്രൈവറ്റാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സ്റ്റുവർഷിപ്പുണ്ട്, കൺട്രോളുണ്ട്. അത് ഇല്ലെങ്കിൽ എന്താണ് പറ്റുന്നത്? ചികിത്സ ലഭ്യമാണ്, പക്ഷേ സകലതും വിറ്റുപറക്കി ചികിത്സിക്കേണ്ടി വരും. വ്യവസായവും നിക്ഷേപവും വളർത്താൻ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ തടയാൻ തടയാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപെട്ട എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, 88 വയസ്സുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അഡ്മിറ്റഡാണ്. രോഗിയുടെ ബന്ധുക്കൾ എന്നോട് വന്ന് പറഞ്ഞു, സാർ എങ്ങനെയെങ്കിലും ICU യൂണിറ്റിലാക്കണം, അച്ഛൻ ICU ചികിത്സ അർഹിക്കുന്നു. ഇന്നലെ നടന്നതാണ്. അപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിലൊരാളുമാണ്. എനിക്ക് 5 വയസ്സ് തൊട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ സാറ് വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ICU മാറ്റാൻ ഒരാൾ പോലും റെഡിയല്ല, അവരൊരാളെ പോലും അതിന് മാറ്റാം. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഞാൻ വിളിച്ചത് കൊണ്ട് ICU കൊടുക്കുന്ന ഒരാളെ മാറ്റരുത്. അപ്പോൾ ഇപ്പോൾ ഞാൻ രോഗിയുടെ എന്ത് പറയും? അവരെന്നെ ഒരു സമ്മർദ്ദം ICU കയറ്റിയാൽ അദ്ദേഹം രക്ഷപ്പെടും. അദ്ദേഹത്തിന് 88 വയസ്സുണ്ട്. 88 വയസ്സുള്ള ഒരാൾ അത്രയും ചികിത്സിക്കണമെന്നുള്ള ചോദ്യം മറുവശത്തുണ്ട്. പക്ഷേ അവനവൻ്റെ വീട്ടുകാരാകുമ്പോൾ, അച്ഛനാകുമ്പോൾ അമ്മയാകുമ്പോൾ ചികിത്സിക്കണം. മറുവശത്ത് സാറ് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ഞാൻ ICU ഒരാൾ ഇറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഉണ്ട്. അത് പക്ഷേ ഗവൺമെൻറ് തലത്തിൽ സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിൽ കുറേ കൂടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകണം, അല്ലേ? നിർബന്ധമായി ഉണ്ടാകണം. എനിക്ക് ഒരു വെന്റിലേറ്റർ അറേഞ്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മരിച്ച പലരും ഉണ്ട്. അതിനകത്തൊരു 55 വയസ്സുള്ള സ്ത്രീ മരിച്ചിട്ടുണ്ട്. ഞാൻ സുഹൃത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ വിളിച്ചാൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കേസുണ്ട്, മുഖ്യമന്ത്രി ഓഫീസായിരിക്കാം, പ്രതിപക്ഷ നേതാവിൻ്റെ കേസുണ്ട്, പിന്നെ കുറേ ഉണ്ട്, മൂന്നാമത്തായിട്ട് വേണമെങ്കിൽ ലാലിന് തരാം. അപ്പം ഞാൻ പറഞ്ഞു, അത് നമുക്കെങ്ങനെ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ വേറെ ആളുടെ അവസരമാണ് നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ അവർ ഇവിടെ തന്നെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി. ഒരു ദിവസം 40,000 രൂപയാണ് വെന്റിലേറ്ററിന്. അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ വെന്റിലേറ്റർ കിട്ടാതെ മരിച്ച പലരും എനിക്കറിയാം. ശരിക്കും ഈ വെന്റിലേറ്റർ എന്നുള്ളൊരു സംവിധാനം ഇപ്പോൾ ഡോക്ടർ ബാബു പോൾ സാർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിരുന്നു വെന്റിലേറ്ററിലാക്കരുതെന്ന്. പക്ഷേ അവസാന ദിവസം വെന്റിലേറ്ററിൽ കുറച്ച് നേരം കിടത്തേണ്ടി വന്നു. അത്തരം കാര്യങ്ങൾ ഒരു സുഖമരണം അത് രോഗിക്ക് അപ്രാപ്യമാക്കുന്ന ഒന്നാണോ വെന്റിലേറ്റർ? ചില നാടുകളിൽ ആ നിയമമുണ്ട്. ഇപ്പം വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും തിരിച്ചിരിക്കുന്നത് മരിക്കാനിടുന്ന സാധനമാണ്. അങ്ങനല്ല, രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ സമയം വളരെ വാർദ്ധക്യത്തിലൊരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും
എന്താണ് വെജിറ്റബിൾ പോലെ കിടക്കാൻ പോകുന്ന ഒരാൾ അദ്ദേഹത്തിനോ സമൂഹത്തിനോ പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരാളെ വെന്റിലേറ്ററിലിട്ട് രക്ഷപ്പെടുത്തിയെടുക്കണോ വേണ്ടെന്നുള്ള സമൂഹം ചിന്തിക്കേണ്ട. അതുപോലെ രക്ഷപ്പെടില്ല എന്ന് ഏറെക്കുറെ ഡോക്ടർമാർക്ക് ഉറപ്പായ ഒരാളെ വെന്റിലേറ്ററിലേക്ക് അയക്കാറുണ്ട്. പക്ഷെ എനിക്കറിയാം, എൻ്റെ കുടുംബത്തിൽ തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുടുംബാംഗം എതിർക്കുന്നുണ്ട്. എൻ്റെ കുടുംബം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് പറന്നു വരേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് ലാൽ ഒരു രക്ഷയില്ല, പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഈ പ്രശ്നമുണ്ട്. ഞാൻ നേരിട്ടിടപെട്ടാണ്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറയുകയാണ് എങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അച്ഛനെ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരും കുറ്റം പറയാൻ പറ്റില്ല. ഇതിനകത്ത് രണ്ട് ശരികളുടെ പ്രശ്നമാണ്, രണ്ട് തെറ്റുകളുടെ അല്ല. വെന്റിലേറ്റർ വാസ്തവത്തിൽ ഇപ്പോൾ ഡോക്ടർക്ക് അറിയാമല്ലോ, ഇനിയിപ്പോൾ ഈ പേഷ്യൻറ്റിനെ വെന്റിലേറ്റർ ഇട്ടാൽ കുറേ കൂടെ ബില്ല് കൂടുക എന്നുള്ള അല്ലാതെ പ്രയോജനമില്ലെന്നുള്ള ഒരു അവസ്ഥ ഡോക്ടർക്ക് തന്നെ തിരിച്ചറിഞ്ഞൂടെ? ഡോക്ടറിന് തിരിച്ചറിയാൻ പറ്റും. പലപ്പോഴും അപൂർവമായിട്ടൊക്കെ ചില മിസ്റ്റേക്സ് വരും, പക്ഷേ മിക്കവാറും അറിയാൻ പറ്റും. അപ്പോഴാണ് പറയുന്നത് നമ്മളിനി കിടത്തിയിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ. ഞാനും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിട്ട് അറിയാം. അപ്പോൾ ഈ പൈസയുണ്ട് ഉണ്ടെങ്കിൽ അവർ പറയും നോക്ക് കുഴപ്പമില്ല നോക്കാം. കാരണം ഇമോഷണൽ ബന്ധങ്ങൾ വരും. ഇമോഷണലായിട്ട് കാണുമ്പോഴത്തേക്ക് അവർ മാറ്റാൻ സമയമില്ല. ഇതെങ്ങനെ നാളെ ബില്ലടയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കാതെ ഒരു 10-25 വർഷം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഒരു രോഗിയെ ഡെഡ് ബോഡി റിലീസ് ചെയ്യുന്നില്ല, ഞാൻ ഇടപെടേണ്ടി വന്നു. സംഭവം പൈസ അടച്ചല്ലേ പൈസയാണ്. അപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനെ രക്ഷിക്കാനായിട്ട് പെൻഷൻ പൈസയും സകല കടവും വാങ്ങിച്ച് അടച്ചിരിക്കുകയാണ്. വീണ്ടും പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ ആശുപത്രി ഉടമസ്ഥനെ വിളിച്ചപ്പോൾ അവസരം വിട്ടുവരും. പക്ഷേ അത് പറഞ്ഞത് ലാലെ ഇങ്ങനെ പോയ ഒരാളുടെയും പൈസ തിരിച്ചു കിട്ടില്ല, ആശുപത്രി നടത്തേണ്ടതാണ്. അപ്പോൾ നമ്മളിത് സമൂഹത്തിനെ ധരിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അമേരിക്കയിലേക്ക് എഴുതി കൊടുക്കാം, വളരെ ഗുരുതരാഴ്ച എനിക്ക് എന്നെ ചികിത്സിക്കരുതെന്ന് നമുക്ക് എഴുതി കൊടുക്കാം, പിന്നെ ചികിത്സിക്കില്ല. മക്കൾ നിർബന്ധിച്ചാൽ പോലും ചികിത്സിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾക്ക് ഇനി ഒരുപാട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ ഒക്കെ വരുന്ന ഒരു പേഷ്യൻറ്റ് വളരെ സിവിയർ ആണെങ്കിൽ അയാളുടെ വീടും കുടുംബവും തുടർന്ന് എല്ലാം പണയപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. നമ്മൾ പൊതുവെ ദരിദ്രരായിട്ട് ഒരുപാട് പേരുണ്ട്. അവർക്ക് അസുഖം വരുമ്പോൾ ചികിത്സ കൊണ്ട് പരമദരിദ്രരാകും. WHO ഒക്കെ ആഗോള ഹെൽത്ത് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത്. ചികിത്സ കൊണ്ട് ദരിദ്രരാകുന്നതാണ്. നോക്കിയറിയാം, നമ്മൾ 70, 80, 90 വയസ്സാർ ചികിത്സ വേണ്ടെന്നല്ല, പക്ഷേ അവർക്ക് വേണ്ടാത്ത ചികിത്സകൾ പോലും പലപ്പോഴും ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നടത്തുകയും, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് വിചാരിച്ചവരൊന്നും കിട്ടില്ല. അപ്പോൾ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രശ്നം എന്നറിയാം, ഈ ആയുർദൈർഘ്യം കൂടുതലാണ്. സ്ത്രീകൾക്ക് ശരാശരി 80-അടുത്താണ്. 80 എന്ന് പറഞ്ഞാൽ 100-കാരും ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ 90-കാരൻ്റെ മക്കൾ, ചെറുമക്കൾ, ഇവരുടെ എല്ലാവരുടെയും സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ചികിത്സിക്കാൻ പറ്റും. ചികിത്സിക്കേണ്ടെന്നല്ല, പക്ഷേ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാളെ ചികിത്സിക്കണമെന്നുള്ള ചർച്ചകൾ സമൂഹത്തിൽ വരേണ്ടതുണ്ട്. മറ്റൊന്ന് ചികിത്സാ പിഴവിൻ്റെ കാര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഏതാനും 2 മാസത്തിൻ്റെ അകത്ത് ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ചികിത്സാ പിഴവ് മൂലം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകളെല്ലാം പരാതിയുമായിട്ട് രംഗത്തുണ്ട്. അത് ഡോക്ടറുടെ പിഴവാരെന്ന് പറയുന്നത്. അദ്ദേഹം നടന്നു പോയ ഒരാളാണ്, പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത ചികിത്സയിൽ ഒരു പിഴവ് പറ്റി. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് എന്ത് പറയും? ഈ ചികിത്സാ പിഴവ് സംഭവിക്കാം, അതിനകത്ത് തെറ്റ് വരും. പക്ഷേ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളുടെ വേണം. പലപ്പോഴും ഈ ആശുപത്രികളിലെ സമ്മർദ്ദങ്ങൾ കാരണവും ഒക്കെ പറ്റിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ അത് കൃത്യമായി, അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ IMAയ്ക്കോ പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ബോഡി വേണം. ഇപ്പോൾ നമുക്ക് മുമ്പ് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു, ചികിത്സാ പിഴവെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് മാറ്റി. അത് കാരണം പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. പിന്നെ ചികിത്സാ പിഴവെന്ന് മനുഷ്യർ ധരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ പെൻസിലിൻ ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് കൊടുക്കാവും. ഇപ്പം അങ്ങനെ അധികം പെൻസിലിൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും, പക്ഷേ ടെസ്റ്റ് ഡോസിൽ പ്രശ്നം ഉണ്ടാകുന്നവരുണ്ട്. അപ്പം നമുക്ക് ചികിത്സ പൂർണ്ണമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിഴവ് വരാൻ പാടില്ല, അശ്രദ്ധ തീരെ വരാൻ പാടില്ല. പിഴവെന്ന് പറയുന്നാൽ എൻ്റെ കുടുംബാംഗത്തിന് തന്നെ ഇവിടുത്തെ പ്രശസ്തനായ ഡോക്ടർ ഇന്ന ഭാഗത്താണ് ബ്ലീഡിങ് എന്ന് പറഞ്ഞ് തുറന്നു കഴിയുമ്പോൾ മറ്റേ സൈഡിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആരുടെയും കുറ്റമല്ല. അത് നമുക്കുള്ള സംവിധാനങ്ങൾ വെച്ച് പരിശോധിച്ച് വരുന്ന മനസ്സിലാത്തൊരു വളരെ പ്രശസ്തമായ അബദ്ധം പറ്റിയെന്നുള്ള എനിക്കറിയാം. എൻ്റെ കുടുംബാംഗത്തിന് തന്നെയാണ്. അപ്പോൾ സർജറി മറ്റേ ഭാഗത്തേക്ക് ചെയ്യേണ്ടി വന്നു. അത് റിസ്ക് കൂട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവിക്കാം. പക്ഷേ അലസമായിട്ട് ചികിത്സ ചെയ്യുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നത് അത്തരം സംഭവങ്ങളില്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് കുറേ കൂടെ ഗൗരവത്തോടെ എടുക്കേണ്ട തന്നെയാണ്. ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ ഒരു വളരെ പരിഭാവനമായ ഒരു പ്രൊഫഷനാണ്. ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിൽ നിർണായകമായ റോൾ വഹിക്കുന്ന ആൾക്കാരാണ് ഡോക്ടർമാർ. പക്ഷേ പഠനം, MBBS പഠനം 5 വർഷം, പിന്നെ അത് കഴിഞ്ഞ് MD, അല്ലെ പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി. ഇപ്പോൾ ഇതൊരു അനാകർഷകമായ പ്രൊഫഷനായി മാറുന്നുണ്ടോ? പിന്നെ ഈ വെളിയിലുള്ള സമ്മർദ്ദം, കയ്യേറ്റം, ഇങ്ങനെയൊക്കെയുള്ള പഠിക്കാൻ MBBSന് ചേരുന്നവരുടെ എണ്ണം കുറയുന്നുണ്ടോ? മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടുകയാണ്. ഇപ്പോഴും കൂടുതൽ മെഡിക്കൽ കോളേജ് സീറ്റും വേണമെന്ന് നമ്മുടെ ജനം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ താല്പര്യത്തോടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നുണ്ട്. ഞാൻ കേരളത്തിലൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഇരിക്കുന്ന സദസ്സിൽ എൻ്റെ ടോക്കാണ്.
ഞാൻ അവർക്ക് ചോദിച്ചത് ഇഷ്ടത്തോടെ മെഡിക്കൽ കോളേജിൽ വന്നവർ എത്ര ഉണ്ടെന്ന്, ഒരു 4-5 പേര് കൈവൊക്കെയുള്ളൂ. ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, ഇപ്പോൾ ഇഷ്ടത്തോടെ പഠിക്കുന്ന എത്ര പേരുണ്ട്? ഒരാൾ പോലും കൈവൊക്കിയില്ല. ഞാൻ ഓരോ നിങ്ങളുടെ ആത്മാർത്ഥ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, ഇഷ്ടപ്പെട്ട്. പക്ഷേ അപ്പോഴാണ് അവിടുത്തെ പ്രൊഫസർമാർ പറഞ്ഞത് ഞങ്ങൾ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. മുഴുവൻ കുട്ടികൾ ഒരാൾ പോലും കൈവൊക്കിയില്ല, ഇഷ്ടത്തോടെ പഠിക്കുന്നുണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ പലരും സാറേ എനിക്ക് ഫിലിം ഡയറക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം, അമ്മ ഇവിടെ കൊണ്ടാക്കിയതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നമുണ്ട്. അഭിരുചിക്കനുസരിച്ച് വിടുന്നില്ല. ഇപ്പോൾ ഞാൻ പല രാജ്യങ്ങളിൽ ജീവിച്ചപ്പോൾ അമേരിക്കൻ സിസ്റ്റം തന്നെ 4 വർഷം ഡിഗ്രിക്ക് പോകണം. അത് മ്യൂസിക് വേണേൽ ആകാം, ഫിലോസഫി പഠിക്കാം, ലിറ്ററേച്ചർ പഠിക്കാം, പക്ഷേ അതിനകത്ത് ബയോളജിയും പഠിക്കണം. പ്രീ മെഡിസിൻ എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് അവർക്ക് ഏതാണ്ട് അറിയാൻ പറ്റും വേണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ ആ താല്പര്യമുള്ളവനെ വരുള്ളൂ. മാത്രമല്ല മാർക്ക് മാത്രമല്ല നോക്കുന്നത്, ഇവൻ്റെ സാമൂഹിക പ്രതിബദ്ധത, വോളണ്ടറി സർവീസ് ചെയ്യുന്നത്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മുടെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മൾ മെഡിക്കൽ എൻട്രൻസിന് കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൃത്യമായി ആൻസർ ചെയ്യുന്ന ഒരാൾ ഡോക്ടറാക്കുന്ന സിസ്റ്റം തെറ്റാണ്. അവന് ഡോക്ടറാകാൻ താല്പര്യമുണ്ടോ, അവൻ ക്രിമിനൽ ടെൻഡൻസി ഉണ്ടോ, ആർക്കും അറിയില്ല. അപ്പോൾ സിസ്റ്റത്തിന് തകരാറുമുണ്ട്. നമ്മൾ തീർത്തും ഒരു ഡോക്ടറാകാൻ കഴിയുന്ന ഒരാൾ, എനിക്കറിയാം ഞങ്ങളുടെ കോളേജിലൊക്കെ മെറിറ്റിലൊക്കെ വന്നിട്ട് ഒരുപാട് വർഷം കൊണ്ട് പാസ്സായവരുണ്ട്, താല്പര്യമില്ലാത്തതുകൊണ്ട് വീട്ടുകാർ നിർബന്ധം കാരണമാണ്. ഉപേക്ഷിച്ച് പോയിട്ട് പ്രശസ്ത പത്രപ്രവർത്തനായ എൻ്റെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കുടുംബസമ്മർദ്ദം കൊണ്ടാണ്. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് കുട്ടികൾക്ക് ചോയ്സ് കൂടുതലുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ അമേരിക്ക അടക്കം നിരവധി വിദേശ രാജ്യങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ച പരിചയസമ്പത്തുള്ള ആളാണ് ഡോക്ടർ ലാൽ. ഈ അമേരിക്കയിലെയും UK-ലെയും ആരോഗ്യ സംവിധാനം, ചികിത്സാ സംവിധാനം പെട്ടെന്ന് ആശുപത്രിയിൽ പോയി കയറി ചികിത്സ തേടാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. ശകലം വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ UK-ലെന്ന് പറഞ്ഞാൽ NHS ആണ്. അപ്പോൾ അവിടെ എല്ലാം ഫ്രീ ആണ്, അവിടെ പൈസ കൊടുക്കണ്ട ചികിത്സയ്ക്ക്. സ്വകാര്യ മേഖല ചെറുതായിട്ട് വളർന്നു വരുന്നു. അപ്പോൾ ഗവൺമെൻറ് ചികിത്സ കൊടുക്കും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. നമ്മുടെ ഇൻകം ടാക്സ് വലിയ ശതമാനം, ഇപ്പോൾ 50% ടാക്സ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് ചികിത്സ എല്ലാം കൊടുക്കും. അവിടുത്തെ എല്ലാം നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. നമ്മൾ ടാക്സ് വാങ്ങിച്ചിട്ട് പാലവും കെട്ടൂല, ആശുപത്രിയും കെട്ടൂല എന്നുള്ള പ്രശ്നമുണ്ട്. മറ്റിടത്ത് അങ്ങനെയല്ല വരും. പക്ഷേ ഇൻസെൻറ്റീവും ഡോക്ടർമാർക്കില്ല. എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാം, പിന്നെ ഉള്ള സൗകര്യം അനുസരിച്ച് ചികിത്സിക്കുകയുള്ളൂ, ബെഡുള്ളപ്പോൾ ചികിത്സിക്കുകയുള്ളൂ. അപ്പോൾ ചില ചികിത്സകൾക്കൊക്കെ അപ്പോൾ അവിടെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരമായിട്ടാണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് പിടിച്ച് പോകണം. അപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡ് ജീവിക്കാൻ പോയിട്ടുണ്ട്. മോന് കാലിനൊരു ഒടി കൊണ്ടോ സംശയമായിട്ട് പോയിട്ട് 5-6 മണിക്കൂർ ഇരുന്ന് പോയി. ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആംബുലൻസിൽ വന്നിരുന്നെങ്കിൽ നേരെ എമർജൻസിയിലേക്ക് പോയേനെ. അപ്പോൾ ഇവിടെയൊക്കെ സൗജന്യ ചികിത്സ UK-യിലുള്ളപ്പോൾ ഡിലേ ഭയങ്കരമാണ്. കാനഡയിൽ ഇത് തന്നെയാണ്. കാനഡയിൽ അമേരിക്ക അങ്ങനെ ചികിത്സ പെട്ടെന്ന് നടക്കും, പക്ഷേ പൈസ വേണം, ഭയങ്കര കോസ്റ്റ്ലി. ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് ഇല്ലാത്ത ജനം 10-15% അവിടെ ഉണ്ട്. അവരുടെ കാര്യം വളരെ ദയനീയമാണ്. എങ്ങനെയും ഇൻഷുറൻസ് എടുക്കാമെന്ന്, ജോലിക്ക് പലരും പോകണതിന് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടാനായിട്ട്. പക്ഷേ ചികിത്സയുടെ ക്വാളിറ്റിയും അല്ലെങ്കിൽ പെട്ടെന്ന് ചികിത്സ കിട്ടും. UK-യിലാണ് താമസം വരുന്നത്, കാനഡയിലും. ഇവിടെ ചികിത്സ കിട്ടും, പക്ഷേ നമ്മുടെ പോക്കറ്റ് കയറിപ്പോയി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ. ഇൻഷുറൻസ് കൊടുക്കണമെങ്കിൽ അത് നല്ല പൈസ വേണം. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം. പലരും പറയാറുണ്ട്. ഇന്നലെ ഒരാളെ ഞാൻ കണ്ടു, ഇപ്പോൾ അമേരിക്കയിൽ ചികിത്സ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്നു. അങ്ങനെയല്ല എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ചികിത്സ. പല്ലിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഇവിടെ വരാറുണ്ട്. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ജനീവയിൽ നിന്ന് മാറി അമേരിക്കയിൽ ചെന്ന് 4 വിസ്റ്റൺ ടീത്ത് എടുത്തപ്പോഴത്തെ ബില്ലുണ്ട് $10,000. ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിലിപ്പോഴും മാറിയിട്ടില്ല. അന്ന് പിന്നെ ഇവിടെ നിന്ന് മാറിപ്പോയ പൈസയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്നാൽ ചികിത്സിച്ചിരുന്നത്. ഇപ്പം ഞാൻ തിരുവല്ല ഒരാളെ പരിചയപ്പെട്ടു. അമേരിക്കയിൽ താമസമാണ്, 3 മക്കളും അവിടെയാണ്. പല്ല് ബ്രിഡ്ജ് ആയിട്ട് $15,000. പുള്ളി പറഞ്ഞ് ഞാനിവിടെ വന്ന് ചികിത്സയെടുത്ത് ടൂറിസം കറങ്ങിയിട്ടൊക്കെ പോവുകയാണ് നോക്കുമ്പോൾ. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ചികിത്സ മോശമായതുകൊണ്ടല്ലേ ചില മന്ത്രിമാരൊക്കെ തെറ്റി പറയാറുണ്ട് അമേരിക്കയിൽ ചികിത്സ മോശമാണ്. അങ്ങനെ അഫോർഡബിൾ അല്ല. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ദന്ത ചികിത്സയൊക്കെ ഭയങ്കര. പക്ഷേ അതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ ചികിത്സാ രംഗം വളരെ ബെറ്റർ അല്ലേ? വളരെ ബെറ്ററാണെന്ന് മാത്രമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ 1ാം വർഷം മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ പരിചയപ്പെട്ട അന്ധയായ ഒരു വിമൻസ് കോളേജിൽ കുട്ടി, വളരെ ദരിദ്രയാണ്. അപ്പോൾ അതിന് ഹാർട്ടിന് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ച്, രാഷ്ട്രീയം KSC വഴി പരിചയപ്പെട്ടാണ്. ദരിദ്രയാണ്. അപ്പോൾ അവിടെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്ന്. ശ്രീധരെ ചോദിച്ചാൽ 2 വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹാർട്ട് ഓപ്പറേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. MRS മേനോൻ സാർ ഡോക്ടർ, അദ്ദേഹം കേരളത്തിൽ വലിയ സുഹൃത്താണ്. അദ്ദേഹത്തെ കണ്ട് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ, അപ്പോൾ ആഴ്ചയിലൊരു ഓപ്പറേഷനേ ഉള്ളൂ. അത് 2-3 ആഴ്ചയൊക്കെ ഓപ്പറേഷൻ ചെയ്തു തന്നു, ഒരു പൈസ ചിലവില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. ഇത് കേരളത്തിൽ സാധിക്കാൻ പറ്റും, അമേരിക്ക സാധിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത്, പക്ഷേ കേരളത്തിൽ എല്ലാ രോഗിക്കും സാധിക്കാൻ പറ്റില്ല. മന്ത്രി വിളിച്ച് പറഞ്ഞാലോ MLA വിളിച്ച് പറഞ്ഞാലോ ഇപ്പോൾ ഡോക്ടർമാരാരെങ്കിലും ഇടപെട്ടാൽ ചിലപ്പോൾ നടന്നു വരും. അത് സാധ്യമാണ്, പക്ഷേ എല്ലാവർക്കും ലഭ്യമാണെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് ഡിറ്റീറിയേറ്റ് ഉണ്ട്. ഡിറ്റീറിയേറ്റ് എന്ന് പറഞ്ഞാൽ ചികിത്സ മോശമായ ഡോക്ടർമാർ മോശമായതല്ല. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എപ്പോഴും പോകേണ്ടി വരുന്ന ആളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കമ്പോളത്തേക്കാൾ മോശം അവസ്ഥയാണ്.
അത് മാറിയേ പറ്റുള്ളൂ. അപ്പോൾ ചിലർ ചർച്ചയിലൊക്കെ വരുമ്പോൾ പറയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് പിന്നെ അച്യുതാനന്ദൻ അദ്ദേഹത്തെ പുറത്ത് കിടത്തേണ്ടി വന്നതെന്ന്. അപ്പോൾ പറഞ്ഞ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരാണ് പോയി സ്വകാര്യ ആശുപത്രി ചികിത്സിക്കുന്നത്. ഇതാണ് പ്രശ്നം. നമുക്ക് കണ്ണടച്ച് എല്ലാം ശരിയാണെന്ന് പറയും. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം പലതിൽ നമ്പർ 1 ആയതുകൊണ്ട് നമ്മൾ ഈ ഇമേജിൻ്റെ തടവിൽപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോൻ സ്കൂളിൽ ഫസ്റ്റാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റാണ്, അവൻ ഒന്നൊരു വിഷയത്തിൽ വളരെ മോശമാണ്. നമ്മൾ പറയുകയാണ് എല്ലാ വിഷയത്തിലും നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ട്. കേരളം പല കാര്യത്തിൽ നമ്പർ 1 ആണ്. നമ്മൾ നമ്പർ 1 അല്ല, വളരെ മോശമായ ചില മേഖലകളുമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സർക്കാർ ആശുപത്രിയിൽ 30% രോഗികളെ വരുന്നുള്ളൂ, അവിടെ ചികിത്സാ സൗകര്യങ്ങൾ കുറവാണ്, ഡോക്ടർമാർ താരതമ്യേന വലിയ മാറ്റം വന്നിട്ടുണ്ട്. മധ്യപ്രദേശുമായിട്ട് ബീഹാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യുപിയായിട്ട് കമ്പയർ നമ്മൾ വളരെ ഭേദമാണ്. പക്ഷെ അവിടുത്തെ പ്രതീക്ഷയല്ല നമുക്കുള്ളത്. ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പോഴും. നമുക്കൊരു കുട്ടി 2 കുട്ടിയേ ഉള്ളൂ. അപ്പം നമ്മുടെ പ്രതീക്ഷകളും പിന്നെ നമ്മൾ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്നവരാണ്. അത് 1913 ബ്രിട്ടീഷുകാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവിതാംകൂറിൽ ആയുസ് കൂടുതലാണ് 100 വർഷത്തിന് മുമ്പേ. 70കളിലൊക്കെ ചർച്ച അങ്ങനെയാണ് കേരള മോഡലൊക്കെ വരുന്നതും. ഈ സാമ്പത്തിക രംഗത്ത് 21ാം നിൽക്കുന്ന സംസ്ഥാനം, ആരോഗ്യരംഗത്ത് ഏറ്റവും മുന്നിലെന്ന് പറയുന്നതാണ് കേരള മോഡലാണ്. അതൊക്കെ 70കളിൽ 80കളിലേക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസത്തെ വിധിയിലൂടെ ജനങ്ങൾക്ക് ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയാൽ എന്തൊക്കെയായിരിക്കും പ്രയോജനം? ഇതിനകത്ത് എല്ലാവരും ആൻസറബിളാകും. അവിടെയാണ് നമ്മൾ വിധിയുടെ ഗുണമല്ല സ്പിരിറ്റ് സ്വാഗതം ചെയ്യപ്പെടേണ്ടത്. ഇതാരും ഇടപെട്ടില്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങ് പോകും. അപ്പോൾ എന്നാൽ കോടതി വിധി നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അത് പരിഹരിക്കപ്പെടണം. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു 1000-ഓളം ആശുപത്രികൾ, ചെറിയ സ്വകാര്യ ആശുപത്രികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഞാനൊരു ചെറിയ പാസ്സായി വൻകിടകൾ വന്നുകൊണ്ടാണോ? വൻകിടകൾ വരികയും നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഡോക്ടറും ഒരു നഴ്സുമായിട്ട് ഇരിക്കുന്നിടത്ത് അവിടെ അടിയന്തര ചികിത്സ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ നടക്കുന്ന കാര്യമല്ല. അവർ പൂട്ടിപ്പോവുക വഴിയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കേസിൽപ്പെടും, കൺസ്യൂമർ കേസിൽപ്പെടും. ഈ തവണ കോടതി വിധിയിലും കൺസ്യൂമർ ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാതെ വരും. അപ്പോൾ അതിൻ്റെ നഷ്ടം ഡോക്ടർക്കല്ല, അത് സമൂഹത്തിനാണ്. ഞാൻ ചെറിയ ക്ലിനിക്ക് നടത്തിയിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തെ സമ്മർദ്ദം കാണില്ല. അതിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി നമുക്ക് ആശുപത്രികളിൽ പോയി ക്യൂ നിൽക്കാൻ വയ്യ, വലിയ ആശുപത്രിയിൽ പോയാൽ പൈസ തരാമെന്ന് ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ BP ഒക്കെ 5 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. 5 രൂപ വാങ്ങുന്നതിൻ്റെ എനിക്കൊരു പൈലറ്റും പേഷ്യൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ 5 രൂപ ഡോക്ടർ എനിക്ക് നാണക്കേടാന്ന് പറഞ്ഞു. VSSC പേഷ്യൻസും പറഞ്ഞു 5 രൂപ എനിക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് 5 വാങ്ങാൻ പറ്റില്ല. കാരണം മുന്നിലെ ചുമട്ടുതൊഴിലാടുന്ന് 5 വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പൈലറ്റിൽ നിന്ന് 50 വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ സ്വകാര്യ ആശുപത്രി നടത്തിയിരുന്നൊരു കാലം പോയി എന്ന് പറഞ്ഞാൽ ഈ കൺസ്യൂമർ എപ്പോഴാണ് കേസ് വരുന്നതെന്നുള്ള ഭയം, ആക്രമണം ഉണ്ടാകുന്നൊരു ഭയം, അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒറ്റയ്ക്കുള്ള ചെറിയ ചെറിയ ആശുപത്രികൾ പൂട്ടിപ്പോകുന്നു. അത് നഷ്ടം ഡോക്ടർമാർക്കല്ല. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് അനുവദിക്കേണ്ടതല്ലേ? അതിന് 2 വശമുണ്ട്. ഇപ്പോൾ ജഡ്ജി വീട്ടിലിരുന്നാൽ നമ്മൾ പ്രതിയെ കൊണ്ട് ജാമ്യം എടുക്കുന്നില്ല. അതുപോലെ ഡോക്ടർ എന്ന് പറയുന്നത് എവിടെ ഇരുന്നാലും ചികിത്സ കൊടുക്കേണ്ട ആളാണ്. ആ ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അഴിമതിയുടെ ഭാഗമാകുമ്പോഴാണ് പ്രശ്നം. അതായത് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് വീട്ടിൽ വന്ന് കണ്ടാലേ പറ്റുന്നുള്ളൂ. ഓപ്പറേഷൻ നല്ലൊരു ഡോക്ടർ വീട്ടിൽ രോഗിയെ കണ്ടാൽ ആ രോഗി വലിയ ആശുപത്രി പോകുന്നത് ഒഴിവാക്കാമായിരുന്നു. അതിൻ്റെ നന്മയുണ്ട്. പക്ഷെ അത് മോശമാക്കി കളഞ്ഞുകൊണ്ട് പറ്റിയതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ എല്ലാവർക്കും ഓഫീസിൽ പോകണം. എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. എന്നെ കൊണ്ടുവരുന്ന വൈകുന്നേരം, അല്ലെങ്കിൽ അനിയത്തെ കൊണ്ടുവരുന്ന വൈകുന്നേരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഇരിക്കുമ്പോഴാണ് അറിയുന്ന ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്, വീട്ടിൽ കൊണ്ടുപോയി കാണിക്കും. ആ ഫീസ് വാങ്ങിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അതിന് പകരം ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ തയ്യാറാണെങ്കിൽ വീട്ടിൽ കൊണ്ട് പൈസ തരുന്ന ഡോക്ടർമാരുണ്ട്. തെറ്റ് തന്നെയാണത്. അങ്ങനെയാണത് വഷളായിപ്പോയത്. ഡോക്ടർമാർ എവിടെ, ഞാൻ വിമാനത്തിൽ ഇരിക്കുമ്പോൾ ചികിത്സിക്കേണ്ടി വരാറുണ്ട്. വലിയ വിമാനങ്ങളിലൊക്കെ ഞാൻ എമർജൻസി ലാൻഡ് ചെയ്യിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫുൾ ടൈം പ്രാക്ടീസ് ഡോക്ടറല്ല, WHO ആയിരുന്നു, അറിയാലോ. സ്റ്റെതസ്കോപ്പ് പക്ഷേ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് ചികിത്സിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പ്ലെയിനിൽ അനൗൺസ് ചെയ്യുമ്പോൾ. അതുപോലെ ഡോക്ടർ എവിടെ ഇരുന്നാലും പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ രോഗിയെ നോക്കാൻ ബാധ്യസ്ഥനാണ്, മജിസ്ട്രേറ്റ് ചെയ്യുന്ന പോലെ, ജഡ്ജ് ചെയ്യുന്ന പോലെ. പക്ഷേ അത് മോശം പ്രവണതകൾ വരുമ്പോഴാണ് ഈ ഗവൺമെൻറ് അപ്പോൾ ഒന്നുകിൽ ആശാൻ നെഞ്ചത്ത് അല്ലെങ്കിൽ കളറിക്ക് വെളിയിൽ നിന്നായി പോകുന്നത്. പക്ഷേ അതിന് പകരം സമയമുണ്ട് രാജേഷ്. ഞാൻ പറയുന്നത് ഈ ഡോക്ടർമാരെ അവൈലബിലിറ്റി വൈകുന്നേരം കൂടെ ആക്കാം. നമ്മൾ പണ്ടേ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രൊഫസർമാർ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം ആശുപത്രിയിൽ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. അത് പെയ്ഡ് ആക്കിക്കോട്ടെ. ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രി പോലെ വലിയ എമൗണ്ട് അല്ല. ഒരു ഡോക്ടറെ കാണണമെങ്കിൽ രാവിലെ ഫ്രീ, വൈകുന്നേരം ആകുമ്പോൾ 100 രൂപ എന്നാൽ ചിലപ്പോൾ ആ സൗകര്യം, ആ 100 രൂപ അവൻ 1000 രൂപയുടെ കൂലിപ്പണി കളഞ്ഞിട്ടായിരിക്കണം വരേണ്ടത് രാവിലെ ആണെങ്കിൽ. അപ്പോൾ അവൻ ജോലിയും ചെയ്തിട്ട് 100 രൂപ കൊടുക്കാൻ മടിയില്ല. ഇതിനകത്തൊരു പങ്ക് ഡോക്ടർക്ക് കൊടുക്കുക, ബാക്കി പങ്ക് ആശുപത്രി വികസനം കൊടുക്കുക, മറ്റ് സ്റ്റാഫിന് കൊടുക്കുക. അങ്ങനെ സംവിധാനത്തെ പറ്റി ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ എന്തായാലും ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയാൽ മരിച്ച ആളിനെ വെന്റിലേറ്ററിൽ തുടർന്ന് കിടത്തുന്നതും ആംബുലൻസുകാർ പോലും ഇതിൻ്റെ അകത്ത് ഒരു ആംബുലൻസ് മരിച്ച ആളിനെ വീട്ടിൽ കൊണ്ടുപോകുന്ന കാര്യത്തിലും ബില്ല് നോക്കി ചെയ്യുന്നെന്ന്
അങ്ങനെ ഒരു ഇതില്ലേ? ഒരുപാട് അത്തരം കാര്യങ്ങൾ അവസാനിക്കൂ. അല്ല, അത് ഞാൻ പറയില്ല, അതിന് കൃത്യമായ ഇടപെടലുകൾ വേണം. നമ്മൾ അമേരിക്കയിൽ ചികിത്സ കൂടുതലെന്ന് പറയുമ്പോൾ പോലും അമേരിക്കയിൽ ചികിത്സയുടെ നൈതികത വ്യതിചലിക്കുകയോ അല്ലെങ്കിൽ പാടില്ലാത്ത പ്രൊസീജിയർ ചെയ്യുമ്പോൾ അക്കൗണ്ടബിളാണ്. അതെ, ഇവിടെ അതില്ല. അപ്പോൾ അക്കൗണ്ടബിലിറ്റിയുടെ പുതിയ സംവിധാനങ്ങളും അത് സമൂഹവും ഗവൺമെൻറ്റും IMA പോലുള്ള പ്രസ്ഥാനങ്ങൾ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് കൈ കോർക്കുകയും വേണം. ആ സിസ്റ്റം വേണം. അല്ലെങ്കിൽ ഇപ്പം എല്ലാ ഡോക്ടർമാരും മോശമൊന്നുമല്ല, പക്ഷെ വളരെ മോശമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടർമാരും ഉണ്ട്. നമുക്കൊരു പുഴുക്കുത്തൽ സമൂഹത്തിലുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ അവർ വന്ന പശ്ചാത്തലം അതായിരിക്കും. നല്ല സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആൾ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല സമൂഹത്തിൽ ക്രിമിനൽ രീതികൾ നടത്തുന്ന ഒരാളുടെ മകനും മെഡിക്കൽ കോളേജിൽ വരാം. അയാളുടെ പശ്ചാത്തലം അതാണ്. അപ്പോൾ ട്രെയിനിങ് കൊണ്ട് അത് മാറണമെന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞതാണ്, ഇനിയും താമസിച്ചു പോയിട്ടില്ല. നമുക്ക് ഇനിയും ഉണ്ടാകുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും ഇനിയും ഉണ്ടാകുന്ന ഡോക്ടർമാരും ഈ താല്പര്യമുള്ളവരായിരിക്കണം, ഇതിനകത്ത് ടേസ്റ്റ് ഉള്ളവരായിരിക്കണം, സാമൂഹ്യ പ്രതിബദ്ധത അളക്കാൻ കഴിയണം. അത് പറ്റും. അതിന് സംവിധാനങ്ങളുണ്ട്. ഒരു MCQയിൽ വരുന്ന മാർക്കിൻ്റെ പുറത്ത് ഏതെങ്കിലും രാജ്യത്തോ ഇന്ത്യയിലോ ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് കിട്ടുന്നതിൻ്റെ പുറത്തൊരാൾ ഡോക്ടറാക്കപ്പെടുന്നത് മാറിയ കാലത്തിൽ അത് ശരിയല്ല. ഇപ്പോൾ താങ്കൾ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിച്ചിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ 2026 പടിവാതിക്കലേക്ക് എത്താറായി. ഇത്തവണയും മത്സരിക്കുന്നുണ്ടോ? എന്താണ് ആലോചന? ഇതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മയെ നോക്കാനായിട്ട് നീണ്ടകാലം വന്നു നിന്നപ്പോൾ പഴയ KSU നേതാവും രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, ഒരു പ്രൊഫഷണൽ വേണമെന്ന് പറഞ്ഞിട്ട് പാർട്ടി തീരുമാനിച്ചാണ്. ഞാൻ ഒരാളോടും പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ താങ്കൾ സജീവമായി ഇടപെടുന്നുണ്ട്. സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ നാഷണൽ ഹെഡായി ആരോഗ്യ വിഭാഗത്തിൽ. ഇലക്ഷൻ നിൽക്കുക എന്ന് തീരുമാനിക്കും. ഞാൻ അത്രയും പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. 15 വയസ്സിൽ KSU ചേർന്നാണ്. പാർട്ടി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല. അത് പാർട്ടിയുടെയാണ് തീരുമാനം. അപ്പോൾ എല്ലാ ആശംസകളും.